പാവാടാന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം അലമ്പ് പേരാണ്. അതിനേക്കാൾ അലന്ന പേരുള്ള കുടിയന്മാരുണ്ട് ഇവിടെ ഈ കേരളത്തിൽ തന്നെ. പാമ്പ് ജോയി. ഇതോടുകൂടി ഭാരത ദേശീയ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ ഗാന്ധി സ്മൃതി പരിപാടി അവസാനിക്കുകയാണ്. എല്ലാ സേവാഭടന്മാർക്കും പിരിഞ്ഞു പോകാവുന്നതാണ്. നല്ല ജോയിച്ച ഈ രഘുപതി രാഘവ രാജാറാം എന്ന് പറഞ്ഞ ആരാ? അതറിയത്തില്ലേ? വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു രാജാറാം മോഹൻ റോയ്. അപ്പൊ പതീതഭാവൻ സീതാറാം എന്ന് പറഞ്ഞാൽ ആരാ? രാജാറാമിന്റെ അനിയൻ PP സീതാറാം. ഇതേ ഉള്ളൂ, കവറേ ഉള്ളൂ, കുപ്പിയില്ല. മീറ്റിങ്ങിനും ജാഥയ്ക്കും ഒക്കെ 500 ഫുള്ളും ആണല്ലോ പടി. അങ്ങനെ പറഞ്ഞാ വന്നു. ആര് പറഞ്ഞിട്ട്? സജി പായ്പാടം പറഞ്ഞു. ഈ പായ്പാടനോട് തന്നെ ചോദിക്കണം. പായ്പാടന് പെരുന്നാളാണ്. ഇനി പുള്ളി ചോദിക്കുമ്പോ പള്ളു കാണിക്കുവോ? ഒരിക്കലുമില്ല. അയ്യോ എന്റെ ഭാരതാംബേ, മിണ്ടരുത്. തൊണ്ടാർന്നാൽ ലങ്കയാൻ ചവിട്ടി പൊളിക്കും. ഇന്ന പുള്ളിനുള്ള കാശ് എല്ലാവരും കൊണ്ടുപോകല്ലേ? ഗുഡ് ബൈ. നല്ല ബുദ്ധി. ചേട്ടോ, ഒരു നീളം ചീപ്പ് എടുക്കുവാണേ. എത്ര ആശ ചേട്ടാ? 5 രൂപ. ആ ട്യൂബ് ഒന്ന് താഴത്തേക്ക് തിരിക്കാമോ? ഗാന്ധി ജയന്തി ആണെങ്കിൽ എന്താ, ഈ ബാർ എപ്പോഴും ഓപ്പണാ അല്ലേ? പോടാ പട്ടി, പട്ടി പോടാ. സോറി പട്ടി, സോറി. അതിനോട് കൊരക്കാതിരിക്കാൻ പറയടാ. ഞാൻ പറയുന്നുണ്ട്, ഇത് തിന്ന് പ്രാന്തായി പോയതോ വലിയ വീട്ടിലെ പട്ടിയാ. കടിച്ച് കൊല്ലും ഇത് തന്നെ. അയ്യോ പട്ടി കടിക്കാൻ വരുന്നേ. ചോദിച്ചാ ചോദിച്ചാ അയ്യോ ചോദിച്ചാ കള്ളനെ പിടിക്കാൻ നമുക്ക് പോയാലോ? എടാ ഊളെ, നമ്മളെ ആടാ കള്ളൻ കള്ളൻ വിളിക്കുന്നത്. അയ്യോ കള്ളനല്ല ചേട്ടാ, കള്ള് കുടിക്കാൻ കയറിയതാ. അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഈ നാറിയൊക്കെ ജാമ്യത്തിലെടുത്തിട്ട് എന്നാത്തിന്? ഈ തവണത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കണം സാർ. ഇനി അവൻ ആവർത്തിക്കത്തില്ല. ഇറങ്ങി വേടാ, നിന്നൊക്കെ സാറ് വിളിക്കുന്നു. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ആകെ പേടി എന്നെ മാത്രമാ. അത് ഇങ്ങനെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങോട്ട് മാറി നിൽക്കടാ. ഓ, പാമ്പിന്റെ കൂട്ടുകാരൻ സാറിന്റെ പേരെന്താണാവോ? രാജ്, വെൽഖുതിരാജ്. സാറേ വിളക്കൂതിരാജൻ. ചീട്ടുകളിക്കടയിലെ വിളക്കൂതി വെച്ച് കാശുമായി മുങ്ങുന്ന വേന്തന്നെ അവൻ. അല്ലാതെ ബൾബേലൂത. ഞാൻ പേച്ചിക്ക് കൂട്ട് ബെസ്റ്റ് മരപ്പെട്ടി തന്നെ വേണ്ട വെച്ചാ. ഇവിടെ ഒരു ഒപ്പിട്ടേര്. പെങ്ങള് നേഴ്സാന്നല്ലേ പറഞ്ഞു? അല്ല, വേലയും കൂലിയുള്ളവനെയും കെട്ടാൻ മേലായിരുന്നു.
അതാ വിജയം കാരണം പറ്റിയ പറ്റാ സാറേ. ആരേ ഈ വിജയൻ? അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉണ്ടോ? അയ്യോ, ഞാൻ ഫാനല്ല ചേട്ടാ, ബാക്ക് അടിക്കാൻ വന്നത്. അത് തന്നെയാ പറഞ്ഞത്. ഇവിടെ ബ്ലാക്ക് ടിക്കറ്റ് വെക്കണെങ്കിലേ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് വേണം. ഓ, മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ ഒക്കത്തില്ല. വേണേ ഇതാ ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് തരുന്നതിന് മുന്നേ അങ്ങോട്ട് കിട്ടും നല്ല ഫസ്റ്റ് ക്ലാസ് അടി. വീഴും ഉന്തല്ലേ വീഴുന്ന്. പോയേക്കാം സാറേ. ശരി സാർ. സുഗത സാർ. സുഗത, എടോ എസ് പി അദ്ദേഹം വിളിച്ചിരുന്നു. എന്നാ സാറേ? അളിയൻ നടത്തുന്ന പരിപാടിക്ക് ആളില്ലെന്ന്. ഈ പറയുമ്പോ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ എന്താ ബ്രഹ്മാവോ മറ്റോ ആണോടോ? സാറ് ടെൻഷൻ അടിക്കണ്ടെന്നേ. തൽക്കാലം 4 അവന്മാരകത്ത് കിടപ്പുണ്ടല്ലോ. 4 താൻ വിളിക്ക്. ഇന്ന് അവന്മാരെ ഞാൻ എന്ന് വണ്ടിയിലോട്ട് കയറാം. എന്നാതിനാ സാറേ? നിന്റെയൊക്കെ 28-ന് മാമണ്ണൻ കേറാ അവിടെ. പെട്ടെന്ന് കേറാ അവിടെ. ഇറങ്ങണല്ല. SP-യുടെ അളിയനാ ഈ ക്ലബിന്റെ സെക്രട്ടറി. രക്തദാനം കേട്ടപ്പോഴേ ഈ ജില്ലെന്ന് എല്ലാവരും കടന്നു കളഞ്ഞു. പരിപാടി എങ്ങാനും പൊളിഞ്ഞാലേ SP-ക്കും അളിയനും അതിന്റെ ക്ഷീണം. ആ ക്ഷീണം ഞങ്ങളുടെ ചോര കൊടുത്തങ്ങ് തീർക്കണം അല്ലേ? എന്റെ ദേഹത്തെങ്ങും സൂചി കുത്താൻ പറ്റത്തില്ല. ഒറ്റ കേറ്റിയാൻ പറ്റാന്നുള്ള. എന്റെ പൊന്നു സാറെ, പേടിച്ചിട്ടാ. സിറിഞ്ച് കണ്ടാലേ എന്റെ മുട്ടുകാലിടിക്കും. ആ മുട്ടങ്ങ് തല്ലിപ്പൊട്ടിച്ചാൽ നിന്റെ പ്രശ്നം അങ്ങ് തീരുമല്ലോ. എഴുതടാ, പാമ്പ് ജോയി. പാസല്ല, പാമ്പ്. നോക്കട പാമ്പേ, സമാധാനത്തിന്റെ മാടപ്രാവുകളാ, നോവിക്കാതെ കുത്തും. മാടപ്രാവുകളല്ല സാറേ, വടയക്ഷികളാ. കോട്ടയം പുഷ്പനാഥിന്റെ പ്രേത നോവലിൽ പോലും ഇതിനേക്കാൾ ഡീസന്റ് ഐറ്റംസാ സാറേ. ഏടാ, ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ഒരു ഉറുമ്പ് കടിക്കണ വേദന ഉണ്ടാവുള്ളൂ. പണ്ട് എന്നെ പേപ്പട്ടി അടിച്ചിട്ടുണ്ടല്ലോ, 16 കൂത്ത എന്റെ പൊക്കിളിന് ഏറ്റവും കുത്തിയത്. ചുമ്മാ കൂളായിട്ട് അങ്ങ് നിന്ന് കൊടുത്തു. കടിച്ച പട്ടിയായിരിക്കും. നിന്റെ ഞരമ്പ് ഞാൻ പൊട്ടി. ഞാൻ ജോയ്, ചിറകെന്തിയേ? എന്താ ചിറക്? ചിറകോ? വരൂ. ഗ്രൂപ്പ് ഏതാ? ഓ, അങ്ങനൊന്നുമില്ല. എല്ലാ ഗ്രൂപ്പിന്റെ ജാഥയ്ക്കും പോവും. ബ്ലഡിന്റെ ഗ്രൂപ്പാ ചോദിച്ചേ. ഓ, അതിനും ഗ്രൂപ്പൊക്കെ ഉണ്ടോ? സാരമില്ല, നമുക്കിവിടെ നോക്കാം. സാമ്പിൾ എടുക്കണം. ഇതെന്താ തിരിഞ്ഞു കിടന്ന് കളഞ്ഞ്? കൈ നീട്ടിക്കേ. ഞാനോർത്ത ബാക്കേന്നായിരിക്കും. എന്നാ കയ്യിലാണോ കുത്തുന്നത്? അത്രയ്ക്ക് പേടിയാണോ?
ഇതിനാണോ ഇങ്ങനെ പേടിച്ചത്? സാധാരണ ആശുപത്രി ചെല്ലുമ്പോ പാറപ്പുറത്ത് തമിര് കമ്പി കുത്തി കയറ്റുന്ന പോലെ സൂചി കുത്തുന്നത്. ഇങ്ങനെ ആദ്യമായിട്ടാ. ഇത് സാമ്പിൾ എടുത്തതാ. ബ്ലഡ് എടുക്കാൻ ഒന്നുകൂടെ കുത്തണം. സാമ്പിൾ ഷോറൂമിൽ നിന്ന് എടുത്ത സ്ഥിതിക്ക് ഒറിജിനൽ ഗോഡൌണിൽ നിന്നായിരിക്കും. അതും കയ്യെന്നാണോ? അതെ. കയ്യെങ്കിൽ കൈ. ഭയങ്കര റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാ. 2-3 മാസം കൂടുമ്പോൾ രക്തദാനം ചെയ്യുന്നത് നല്ലതാ. രോഗികൾക്ക് അതൊരു സഹായമാവുകയും ചെയ്യും. ബ്ലഡ് എടുക്കുകയാണേ.